ബംഗളൂരുവിൽ നിന്നുള്ള വാർത്തയിലേക്കാണ്. കാറും ബസ്സും കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചു. കാർ കർണാടക RTC ബസ്സിലിടിക്കുകയായിരുന്നു. മരിച്ചവരിൽ 4 പേർ കോളേജ് വിദ്യാർത്ഥികളാണ്. മനേഷ് മൂർത്തിയാണ് ചേരുന്നത് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. മനേഷ്, ആ ദൃശ്യങ്ങൾ വല്ലാതെ നമ്മളെ സങ്കടപ്പെടുത്തുന്നുണ്ട്. പറയൂ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? കൂടുതൽ വിവരങ്ങൾ. സ്മിത, പ്രവിത എന്ന് പുലർച്ചെയാണ് നെലമംഗലയ്ക്ക് സമീപത്ത് വെച്ച്, അതായത് ബംഗളൂരുവിലെ നെലമംഗലയ്ക്ക് സമീപത്ത് വെച്ചാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. 5 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. ദൊഡ്ഡബല്ലാപുര സ്വദേശികളാണ് മരിച്ചവർ 5 പേരും. ദൊഡ്ഡബല്ലാപുര സ്വദേശികളായ ദുർഗാ പ്രസാദ്, കേശവ്, ലളിത്, ഹർഷിത്, ധനുഷ് എന്നിവരാണ് മരിച്ചത്. 5 പേരും കാർ യാത്രക്കാരാണ്. ഇതിൽ 4 പേർ കോളേജിലെ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്ന് രാവിലെ പുലർച്ചെയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. അതായത് ഡിവൈഡർ മറികടന്ന് അമിത വേഗതയിലായിരുന്നു കാർ എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഡിവൈഡറിനെ മറികടന്നുകൊണ്ട് KSRTC ബസ്സിൽ ഇടിക്കുകയായിരുന്നു. കർണാടക RTCയുടെ ബസ്സാണ്. ഉടൻ തന്നെ പോലീസുമൊക്കെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും 5 പേരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. 5 പേരും തൽക്ഷണം തന്നെ ആ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്ത് എന്നുള്ളതൊക്കെ പോലീസ് എന്തായാലും അന്വേഷിക്കുന്നുമുണ്ട്. സ്മിത, പ്രവിത. ശരി, മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.